പാലക്കാട് നഗരത്തോട് ചേർന്ന് മുട്ടയിൽ മന്ത്രിച്ച് നൽകുന്ന ഒരാളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. മുല്ലാക്ക എന്നാണ് അവിടെയുള്ളവർ അയാളെ വിളിച്ചിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ആൾത്തിരക്കാണ് കെട്ടിടത്തിനുള്ളിൽ. ഏകദേശം 50-ലധികം ആളുകൾ വരും. ടോക്കൺ എടുത്തു വേണം മുല്ലാക്കയെ കാണാൻ. ഞങ്ങൾക്ക് ലഭിച്ചത് 21-ാം നമ്പർ ടോക്കൺ. ഏകദേശം 3 മണിക്കൂറിലധികം കാത്തു നിന്നിട്ടാണ് മുല്ലാക്ക ഇരിക്കുന്ന മുറിയിലേക്കെങ്കിലും പ്രവേശനം ലഭിച്ചത്. കുട്ടികളുണ്ടാകുന്നില്ല, അയൽക്കാരനുമായിട്ടുള്ള പ്രശ്നം, ബിസിനസ്സിലെ തർക്കങ്ങൾ, അങ്ങനെ കാര്യം എന്തായാലും പരിഹാരം ഇവിടെ ഒന്നാണ്. മുട്ടയിൽ പേന കൊണ്ട് കരകുര വരയ്ക്കും. തകിടിലും പേപ്പറിലും എന്തോ എഴുതും. മുല്ലാക്കയെ കാണുന്നവർ 500 രൂപയെങ്കിലും നൽകണം. ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസമാണെന്നാണ് മുസ്ലിം മതപണ്ഡിതർ പറയുന്നത്. മന്ത്രവാദം, ആഭിചാരക്രിയകൾ, ഇതിനെല്ലാം വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ മതങ്ങളുടെയും ആത്മീയ ചിന്തകളുടെയും ആഴത്തിലുള്ളതും ഏറ്റവും ശരിയുമായ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഞാനോ നിങ്ങളോ ഒക്കെ തന്നെ നേരിടുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സ്വയം പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് ഈ അന്ധവിശ്വാസ കച്ചവടക്കാർ ജീവിക്കുന്നത്. മൽഗോഷി മോഹനോടൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.